അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന മമ്മിയുടെ സ്വന്തപ്പെട്ട വീട്ടിലാട്ടോ, ഹൈ റേഞ്ചിലുള്ള. അപ്പൊ എന്തോരം പോയാലാ നോക്കി, കിക്കിരി എന്ത് ക്യൂട്ടാ. അയ്യോ, കടിച്ചൊക്കെ തിന്നാൻ തോന്നുക. ഇത് കടിക്കുവോ? ശരിക്കും കടിക്കുമോ? അതിന്റെ ചെവിയെ പിടിച്ചെടുക്ക. മുയലിന്റെ ചെവിയെ പിടിച്ചെടുക്കണേ. അങ്ങനെയല്ല, മൊത്തത്തിൽ കൂട്ടിയങ്ങ് പിടിക്കുക. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. എടി ഇങ്ങനെ പിടിക്കുക ചെവി. അങ്ങനെയല്ലെന്ന് എടി, ഇങ്ങനെ പിടിക്കുക സ്ട്രോങ് ആയിട്ട്. ഇല്ല, ചെവിയെ പിടിച്ചെടുത്താൽ മാതില്ല എടി. അങ്ങനെയല്ലെന്ന്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. എനിക്ക് എടുക്കണ്ട എടി, ഞുള്ളി പറിക്കാണ്ട് തന്നെ. മറ്റേ കൈ കൊണ്ട് അങ്ങ് പിടിക്കുക മറ്റേ കൈ കൊണ്ട്. അത് നിന്നെ നോക്കുന്നോ? മാറ്. ഏതാണെങ്കിലും കുഴപ്പമില്ല. അയ്യോടാ എന്ത് ക്യൂട്ടാണേ. അശോ, മാന്ത് പഠിക്കല്ലേ ചിങ്കരു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മേലൊക്കെ. ഒരെണ്ണത്തിന് എടുത്താലോ? ഉറങ്ങുവാണോ? ആ, വിട്ടോ. പാവം. എത്ര മോയിലുണ്ട്? 1 2 3 4 5 6 7 8 കുഞ്ഞുങ്ങളുണ്ടല്ലേ. വലിയ മൊയിലുണ്ടല്ലോ കുറെ എണ്ണം. മൊയിലാണ് പുല്ല് കൊടുക്കണം. ഒരു പുല്ലെടുത്തോണ്ട് പുല്ലെടുത്തോണ്ട് വാ. വയറ് നിറഞ്ഞിരിക്കും. സമയമാകട്ടെ. ഇപ്പം പറഞ്ഞാലേ ഉച്ച സമയത്ത് അങ്ങനെ കഴിക്കല. വയറല്ല, ഉച്ചക്ക് കുറച്ചേരെ അവര് കഴിക്കല. നല്ല രസമല്ലേ കുഞ്ഞുങ്ങള്? അത് കാരണം 8 ഉണ്ടോ? തിന്നുന്നുണ്ടല്ലോ. വായിൽ വെച്ചെടുത്താ കറുത്തതും വെളുത്തതും ഒക്കെ ഉണ്ട്. കറുത്ത പോയില്ലേ അങ്ങനെ കാണാറില്ല അല്ലേ? കണ്ടോ കരിവേല കറുത്ത? മമ്മിക്ക് ഇതിനെയൊക്കെ കാണാൻ ഇഷ്ടം അല്ലേ? വളക്കാൻ വലിയ ഇഷ്ടമില്ല. എന്നെ ഒരാട് തിന്നുന്ന എത്രയും തീറ്റ തിന്നറിയോ? ആണോ? പിന്നല്ലേ. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തന്നെ ഇട്ടേക്കുവാ അല്ലേ? ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ള മൊയലാന്നാണ് പറയണത്. പക്ഷെ ഇതുവരെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയി. പ്രസവം മാത്രം നടന്നില്ല. ഇവനാണ് കൊള്ളാലോ. കടിക്കോ? അത് എടുത്താ കടിക്കോ? ഇതുങ്ങളെല്ലാം അഴിച്ചു വിടാറുണ്ടോ? അഴിച്ചൊന്നും വിടാറില്ല. ഇല്ലേ? എന്ത് ക്യൂട്ടാലേ. ഇല്ല, അങ്ങനെ ചാടുവൊന്നുമില്ല. നമ്മളെ കൂട് തുറന്നിട്ടല്ല അതിനോട് കിടക്കുള്ളൂ. ചാടി പോകല. അവനാണ് ക്രമ്പൻ. ഉണ്ട്. അവർക്ക് ഇച്ചിരി പേടി ഉണ്ടെന്നുള്ളേ. വേറെ ഇത് ഇച്ചിരി മെലിഞ്ഞിരിക്കുന്ന അതുകൊണ്ടാ. അല്ലെങ്കിൽ എല്ലാം ഉരുണ്ട് വരണ്ടേ. ഇപ്പൊ തീറ്റ ഇല്ലാത്തതുകൊണ്ടേ. ഇങ്ങനെ പിടിച്ചാ കടിക്കോ? ഇല്ല, അതിന് ചെവിയെ പിടിച്ചാ നമ്മൾ എടുക്കുന്നത്. ചെവിയെ പിടിച്ച് നോക്കിയാൽ മതി. അയ്യോ, നിങ്ങൾ തീരെ മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നത്. നമ്മൾ ഇടുന്ന വഴിക്ക് ചിലപ്പോ കയ്യിലെ ഒരു മാന്തുവേ നഖം ഭയങ്കര അതിന്റെ. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇഞ്ചക്ഷൻ എടുത്തോ? ഇല്ല, ഇതിനൊന്നും ചെയ്യാറില്ല. ഇതുങ്ങള് എപ്പോഴും തിന്നോണ്ടിരിക്കുന്നേ. ഇതുങ്ങളെ ശരിക്കും കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വയറ്റിൽ ഒത്തിരി പറഞ്ഞാൽ വേസ്റ്റ് ആക്കുള്ളൂ. ഇറച്ചി കുറവാ. ഈ പുറമെ ഇരിക്കുന്ന തോട് പോലെ ഇരിക്കുന്ന കൈയും കാലയിലുള്ള ഇറച്ചി കൊള്ളൂ. അപ്പൊ നല്ല സൂപ്പർ സീമനെല്ലിക്കയൊക്കെ നിൽപ്പുണ്ട്. നമുക്കത് പറിക്കാം. നല്ല റെഡ് കളറിലെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് അപ്പുറം നല്ല ബ്രൗൺ കളറിന് നല്ല പഴുത്ത് തുടുത്ത് കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കൈ എത്തുമെന്നുള്ള എത്തി താഴെ പോകാണ്ടിരുന്നാൽ മതി.
വാവ്, നല്ല ഫ്രഷ് സൂപ്പർ സാധനം. ദേവിയ വേറെ കഴിച്ചു നോക്കി. എന്റെ കൈ അതെ ഞാൻ നല്ല പഴുത്ത് നീറ് നീറ് നീറ്. ഞാൻ തോത്ത്. നീറും കൂട്ടി കൊണ്ട് കൈ ഇട്ടിട്ട് അയ്യോ, പോയോ? ഞാൻ തന്നെ കടിക്കണേന്ന് പോയി ചോറ് കഴിച്ചു നോക്കി. പരുവാക്കി. ആ വരുവാമേ, മൊത്തം വയലേക്കിട്ട് കടിക്കുക. ഇല്ല പോ. ഇതന്നെ അത് ഡാൻസിന്റെ സ്റ്റെപ്പോ? അടി വായിലേക്ക് മൊത്തം പനി ഇട്ട് പിടിച്ചിരിക്കുന്നുണ്ടോ തോന്നേ. മൊത്തം ഇട്ടും കടിക്കുക. ഇല്ല മോനെ, മൊത്തം ഇട്ട് കടിക്കുക, എന്നാലേ അതിന്റെ ഫുൾ രസം വരുള്ളൂ. ഇല്ല ഇല്ല ഇല്ല. ഇത് മഞ്ഞളല്ല, ഇത് ഉപ്പൊക്കെ കൂട്ടി കഴിക്കണം, നല്ല അതിന്റെ ടേസ്റ്റ്. അച്ചാറിട്ടാലും നല്ല കേട്ടോ. ആണോ? ഇങ്ങനെ കടിച്ചു തന്നാൽ കുറച്ച് പുളി ഉണ്ടാവും. മൊത്തം ഉറുമ്പ് കടിച്ചു. മിക്സറാണ് നീറ് നീറ്. ഇല്ല, അത് കടിച്ചു. പിന്നെ പനിയൊക്കെ പിടിച്ചിട്ട് അതിന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കട്ടോ. വയ്യ, കയറി പോട്ടെ.